മഹാരാഷ്ട്രയിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ടുള്ള അജിത് പവാർ ഇന്ന് അത്യന്തം ദാരുണമായിട്ടുള്ള ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ജെറ്റ് തകർന്നാണ് അത്തരത്തിലുള്ളൊരു അപകടമുണ്ടായത്. അത് ഒരു കാഴ്ച പ്രശ്നമുള്ളത് കൊണ്ടിട്ട്, അതായത് താഴേക്ക് ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് വിമാനം അങ്ങനെ തന്നെ തകർന്നു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ തകർന്നു പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അജിത് പവാർ എന്തായിരുന്നു, ആരായിരുന്നു എന്നുള്ളതൊക്കെ തന്നെ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ആദ്യം ഈ ശരത് പവാറിൻ്റെ അനിയൻ്റെ മകനാണ് അദ്ദേഹം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആനന്ദ പവാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ മകനാണ്. ആ ആയിട്ടാണ് അജിത് പവാർ ജനിക്കുന്നത്. അവരുടെ 3 കുട്ടികളിൽ ഒരാളായിട്ടാണ് അജിത് പവാർ ജനിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് വന്നു. രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ആദ്യം ഒരു സഹകരണ കമ്മീഷൻ്റെ ചെയർമാനാകുന്നു, പിന്നെ ജില്ലാ ബാങ്കിൻ്റെ ചെയർമാനാകുന്നു. അതിനുശേഷം അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയാണ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം അതുപോലൊരു കുടുംബമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം മഹാരാഷ്ട്രയിലെ കിരീടം വെക്കാത്ത നേതാവായിരുന്നു യഥാർത്ഥത്തിൽ ശരത് പവാർ എന്ന് പറയുന്നത്. 30 വയസ്സിൽ തന്നെ അദ്ദേഹം ബാരാമതിയിൽ നിന്ന് MP ആകുന്നു, പാർലമെൻറ്റ് മെമ്പറാകുന്നു. അതിനുശേഷം ശരത് പവാർ കേന്ദ്രമന്ത്രിയാകുന്നതിന് വേണ്ടി രാജിവെച്ചതിന് ശേഷം അദ്ദേഹം ബാരാമതിയിൽ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കുന്നു. ആ MLA ആയി തിരഞ്ഞെടുത്തതിന് ശേഷം ഇതേവരെ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അജിത് പവാർ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം അതിനിടയിൽ 6 തവണ ഉപമുഖ്യമന്ത്രിയാകുന്നുണ്ട്. തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ തവണ തന്നെ കൃഷിമന്ത്രിയാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും ഒരു തർക്കമില്ല. കൂടാതെ വലിയ തോതിലുള്ള അഴിമതി കേസുകളിലുമെല്ലാം അദ്ദേഹം പെട്ടിട്ടുണ്ട്. ഇത് ശരത് പവാറിൻ്റെ ഒരു ഫാമിലിയിലെ കുടുംബട്രീയിൽ നിന്ന് വരുന്ന നിരവധി പൊളിറ്റീഷ്യൻസ് ഉണ്ട്. അതിലൊരാളാണ് യഥാർത്ഥത്തിൽ അജിത് പവാർ എന്ന് പറയുന്നത്. അദ്ദേഹം 70,000 കോടി രൂപയിലധികം വരുന്ന അഴിമതി നടത്തി എന്ന് പറഞ്ഞ് BJP ഒക്കെ വലിയ ആരോപണം ഉന്നയിക്കുകയും പിന്നീട് അദ്ദേഹം NCPയെ പിളർത്തി BJPയോടൊപ്പം പോയപ്പോൾ അത് ഒരു വാഷിംഗ് മെഷീനിട്ട് വെളുപ്പിച്ചെടുക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളും അതുപോലെ കേസുമൊക്കെ ഇല്ലാതാകുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ പോലൊരാൾ യഥാർത്ഥത്തിൽ ഇനിയും ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ട ഒരാളാണ്. അദ്ദേഹം അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയത്. കാരണം ഇപ്പോൾ യഥാർത്ഥത്തിൽ ശരത് പവാറിന് 85 വയസ്സുണ്ട്. ഈ പറയുന്ന അജിത് പവാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അനിയൻ്റെ മകനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് കേവലം 66ാമത്തെ വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10-20 കൊല്ലവും കൂടി അദ്ദേഹം ജീവിച്ചിരുന്നേനെ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളിലൊന്ന് വലിയ പങ്ക്ച്വാലിറ്റി ആയിരുന്നു. അതുപോലെ ചെയ്യുന്ന ജോലികളോടെല്ലാമല്ല വലിയ ഡെഡിക്കേഷൻ ആയിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അദ്ദേഹവുമായി നിരന്തരം സംസാരിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ഇടപഴകിയിരുന്ന ആളുകളിൽ നിന്നും. അദ്ദേഹം യഥാർത്ഥത്തിൽ ആദ്യമേ തന്നെ ആ ഓഫീസിലെത്തുകയും ഏറ്റവും അവസാനം ഓഫീസിൽ നിന്ന് പോവുകയും ചെയ്യുന്ന രീതിയിൽ വളരെ വർക്കഹോളിക് ആയിട്ടുള്ള ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അതുപോലെ ആർക്ക് ടൈം കൊടുത്താലും ഇപ്പം 4 മണിയോ 3 മണിയോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല രാഷ്ട്രീയക്കാരെടുത്തുവാണെങ്കിൽ അത് കാണണമെങ്കിൽ ചിലപ്പോൾ 7 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അങ്ങനെയല്ല, ഷാർപ്പ് ടൈമിംഗ് കീപ്പ് ചെയ്യുന്ന വളരെ പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ അഴിമതികളുടെ കാര്യത്തിലും ധനസമ്പാദനത്തിൻ്റെ കാര്യത്തിലും ഒക്കെ അദ്ദേഹത്തെ വെല്ലാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. വലിയ തോതിലുള്ള അധികാരം അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്നു. വലിയ സമ്പത്തുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 70,000 കോടി രൂപയുടെ അഴിമതി അദ്ദേഹം നടത്തി എന്നുള്ളത് മാത്രമല്ല, ഇപ്പം ഈ അടുത്ത് ഏതാണ്ട് 2 മാസം മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ 2 പേരാണ്. ഒന്ന് പാർ എന്ന് പറയുന്നു, ഒന്ന് ജയ് എന്ന് പറയുന്നു. അതിൽ പാർ എന്ന് പറയുന്ന മകനെതിരെ തന്നെ വലിയ തോതിലുള്ള അഴിമതി ആരോപണം വന്നിട്ടുണ്ട്. അത് 1800 കോടി രൂപയുടെ ലാൻഡ് സ്കാമാണ്. അതായത് അത്തരത്തിലുള്ള വലിയ സ്കാമുകൾ, വലിയ തട്ടിപ്പുകൾ, വലിയ പറഞ്ഞ പോലെ അഴിമതികളൊക്കെ തന്നെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും കിടക്കുന്നില്ല. ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള ഒരു സംഭവം കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. മലയാളിയായിട്ടുള്ള ഒരു IPS ഓഫീസർ അഞ്ജന കൃഷ്ണ എന്ന് പറയുന്ന ഒരു IPS ഓഫീസർ അവരൊരു ഇല്ലീഗൽ എക്സ്കവേഷൻ, അവിടെ ഒരു ഖനനം നടക്കുന്നത് കണ്ടെത്തുകയും ആ ഖനനം തടസ്സപ്പെടുത്താൻ വേണ്ടി ഇവരവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു, അവരവിടെ സൂപ്രണ്ടായിരുന്നു, അവർ വരികയും ചെയ്തപ്പോൾ അവിടെ ഈ ഖനനം നടത്തിക്കൊണ്ടിരുന്ന ഒരു ലോക്കലായിട്ടുള്ള ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ നേരിട്ട് വിളിക്കുന്നത് അജിത് പവാറിനെയാണ് എന്നുള്ളത് മറന്നു പോകരുത്. അജിത് പവാർ ഇവരോട് ഫോണിൽ സംസാരിച്ചപ്പോൾ നിങ്ങൾ ആരാണ് സർ, എന്താണ് എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു ലോക്കൽ ഗ്യാങ്സ്റ്ററുടെ, ഒരു ഗുണ്ടയുടെ, ഈ പറയുന്ന പോലെ ലോക്കൽ ഇല്ലീഗലായി മൈനിങ് നടത്തുന്ന, ഖനനം നടത്തുന്ന, എക്സ്കവേഷൻ നടത്തുന്ന ഒരാളുടെ ഫോണിലേക്ക് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ തന്നെ വിളിക്കുമെന്നും നേരിട്ട് സംസാരിക്കുമെന്നും എന്ന് അവർ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇത് അവർ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി 2-3 തവണ ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. ഇദ്ദേഹം പറയുന്നത്, എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരാം, നിങ്ങൾ അതെടുത്തിട്ട് എന്നെ വിളിക്കൂ, അപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഈ അഞ്ജന കൃഷ്ണ എന്ന് പറയുന്ന മലയാളിയായിട്ടുള്ള IPS ഓഫീസറുടെ നമ്പർ അദ്ദേഹം ചോദിക്കുകയും ഞാൻ അങ്ങോട്ട് എൻ്റെ ഓഫീസിൽ നിന്ന് തിരിച്ചു വിളിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറയുകയും നിങ്ങൾ ഈ പറയുന്ന പോലെ ഇത് നിർത്തിപ്പോയില്ലെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരാളായിരുന്നു അജിത് പവാർ എന്നുള്ളതൊന്നും നമ്മൾ മറന്നുകൂടാ. കാരണം അത്തരത്തിൽ എല്ലാ വിധത്തിലുള്ള ഇല്ലീഗൽ മൈനിങ്ങുമായും അതുപോലെ എക്സ്കവേഷൻസുമായും മറ്റു തരത്തിലുള്ള അഴിമതികൾ
ഏജൻസികളുമായിട്ടുമൊക്കെയുള്ള ലോക്കൽ തലങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ വലിയ നെറ്റ്വർക്കുള്ള ആ നെറ്റ്വർക്കിൽ നിന്നെല്ലാം മാസാമാസം കോടികൾ കൊയ്യുന്ന വലിയ രാഷ്ട്രീയം കൂടിയായിരുന്നു ബിസിനസ് എന്നുള്ളത് മറന്നുപോകരുത്. ഇത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ മഹാരാഷ്ട്ര ഇലക്ഷനിൽ തന്നെ, ഇന്ത്യൻ ഇലക്ഷനിലല്ല, കഴിഞ്ഞ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ഷനിൽ തന്നെ 1 ലക്ഷം കോടി രൂപയിലധികം പ്രചരണത്തിന് വേണ്ടി ഒരു പാർട്ടി ചെലവഴിച്ചു എന്നാണ് അറിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പണക്കൊഴുപ്പിൻ്റെ, വലിയ അധികാരത്തിൻ്റെ, അതിൽ തന്നെ ഗ്ലാമറിൻ്റെ, മറ്റെല്ലാവിധ ദൗർബല്യങ്ങളുടെയും ഒക്കെ തന്നെ ഒരു വലിയ കാലമാണ്, അല്ലെങ്കിൽ വലിയൊരു സ്റ്റേറ്റാണ് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അവിടുത്തെ രാഷ്ട്രീയക്കാരും എന്നൊക്കെ പറയുന്നത് അതിലെ വലിയൊരു പ്ലെയറായിരുന്നു, കളിക്കാരനായിരുന്നു അജിത് പവാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇടയ്ക്ക് വെച്ചിട്ട് വയസ്സായ ശരത് പവാർ മാറി നിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശരത് പവാറിൻ്റെ NCP പിളർത്തിക്കൊണ്ടാണ് ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ചിഹ്നവും ഔദ്യോഗിക NCPയുടെ പേരും എല്ലാം മേടിച്ചുകൊണ്ടാണ് ഷിൻഡെ വിഭാഗം പോയതുപോലെ തന്നെ, ശിവസേനയെ പിളർത്തി പോയതുപോലെ തന്നെ പോയിട്ടാണ് ഷിൻഡെ വിഭാഗവും ശിവസേനയും അതുപോലെ BJPയും ഒക്കെ NCPയും ഒക്കെ ചേർന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. അങ്ങനെ എക്കാലത്തും അധികാരത്തിൻ്റെ വലിയ തൊട്ടിൽ വിരാജിച്ചിരുന്ന സമ്പത്ത്, അളവറ്റ സമ്പത്ത് ഉണ്ടായിരുന്ന ഒരാൾ അദ്ദേഹമാണ് അകാലത്തിൽ വിട പറഞ്ഞത് എന്നുള്ളത് മറന്നുകൂടാ. ഇത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും പഠിക്കാനുള്ളൊരു പാഠം കൂടിയാണ് അജിത് പവാർ എന്ന് പറയുന്നതും. അജിത് പവാറിനെ BJPയിലേക്ക് എത്തിയതും BJPയുടെ സഖ്യകക്ഷി ആയതിനു ശേഷം BJP എടുത്തിട്ടുള്ള നിലപാടുകളിലൊക്കെ തന്നെ BJPക്ക് ഉത്തരമില്ലായിരുന്നു പറയാൻ. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ ഉന്നയിച്ചിട്ടുള്ള 70,000 കോടി രൂപയിലധികം വരുന്ന ആരോപണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാത്തത് എന്നുള്ളതിനൊന്നും ചോദ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിൽ തന്നെ വിശേഷിച്ച മഹാരാഷ്ട്ര രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും മറ്റ് പല ഈ പറയുന്ന പോലെ വലിയ തോതിലുള്ള ദൗർബല്യങ്ങളുടെയും ഒക്കെ തന്നെ ഒരു കളിയരങ്ങാണ്. ആ കളിയരങ്ങിലെ വലിയ രാജകുമാരനായിരുന്നു യഥാർത്ഥത്തിൽ അജിത് പവാർ. 30ാമത്തെ വയസ്സിൽ ഏറ്റവും ആദ്യമായി അവിടെ നിന്ന് ജയിക്കുന്നത് മുതൽ പിന്നീട് ഒരിക്കൽ പോലും അദ്ദേഹം തോൽവി അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിൽ ഉള്ള വലിയ നെറ്റ്വർക്കുകൾ ബിൽഡ് ചെയ്യാൻ കൂടി അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇത് ശരിയാണോ നേട്ടമാണോ എന്നൊക്കെയുള്ളത് നമുക്ക് മറ്റൊരു കാര്യം. പക്ഷേ എന്താണെങ്കിലും വളരെ പ്രധാനപ്പെട്ടൊരു വ്യക്തിത്വമായിരുന്നു, വലിയ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, വലിയ വർക്കഹോളിക് ആയിരുന്നു, ഡെഡിക്കേഷൻ ഉള്ള ആളായിരുന്നു. അതിപ്പോൾ എന്ത് നടത്തുന്നതിലാണെങ്കിലും അദ്ദേഹം അത് ചെയ്തിരുന്നു എന്നുള്ള കാര്യം കൂടി വാസ്തവമാണ് എന്ന് പറയാതെ വയ്യ.